നമ്മൾ അന്ന് ഞാനന്ന് തുമ്മ എഴുതിയില്ല മൊത്തത്തിൽ അവൽ എന്നുള്ള ആ ഇബാറത്താണ് മാഷാണ്. അപ്പോൾ ആ ഇബാറത്ത് തുമ്മ വായിച്ചപ്പോൾ ഇവർ പറഞ്ഞു തുമ്മക്ക് മുമ്പ് നിങ്ങൾക്കെതിരായിട്ട് ഉണ്ട്. തുമ്മക്ക് മുമ്പ് ഞാൻ ചർച്ചകളാണ്. തുമ്മക്ക് മുമ്പ് ഞാൻ നിങ്ങൾ മൗലവി സുഹൃത്തെ ആദ്യം കേൾക്ക്. ഞാൻ ഈ നബിക്ക് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്നല്ല എന്റെ ചോദ്യം. ഇങ്ങനെ ഒരാൾ ചിർപ്പായ ഒരു കാര്യം ഇഷ്ടാണ് നല്ലതാണെന്ന് പഠിപ്പിച്ചാൽ ആൾക്കാക്കുവോ ഇല്ലയോ? അതാണ് ചോദ്യം. അല്ലാണ്ട് നിങ്ങൾ അത് ബോധ്യപ്പെട്ടോ ഇല്ലോ എന്ന് ഞാനെന്ത് നോക്കുന്നത്? നിങ്ങൾ വലിയതാണെന്ന് ചെല്ലുന്നുണ്ട്, മഹാനാണെന്ന് പറയുന്നുണ്ട്, ഓരിങ്ങനെ പഠിപ്പിച്ച് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടത്, ചിർക്കാണെങ്കിൽ ആ കാര്യം പഠിപ്പിച്ചാൽ മഹാനാവൂല, കാഫിറാവുക. മുജാഹിദുകൾ പറയുന്ന ചെറുക്ക് അതാണല്ലോ മെയിനായിട്ട് ചർച്ചയിലിരിക്കുന്ന വിഷയം. അതെ, ആ വിഷയമാണോ നിങ്ങൾ തന്നെ ഈ സാധനത്തിലുള്ള ചെലവിൽ പോലുള്ള? അതെ അതെ. ഒന്ന് വായിച്ചാ നിങ്ങളെ വാർത്തുണ്ട്. ഞാനാ വായിക്കണ്ടേ? ഞാൻ നിങ്ങൾക്ക് ويتوسل به في حق نفسه ويتشفع به إلى ربه سبحانه وتعالى ومن أحسن ما يقول ما حكى وكتابنا. ഇത് പിന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എങ്ങനെയാണ് ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത്? എങ്ങനെ ഈ ഞാൻ പറഞ്ഞ പോലെ ഉദ്ധരിക്കുന്നത്? അതെ, ഓക്കെ. ഇത് ആരിൽ നിന്ന് ഉദ്ധരിക്കുന്നു? ഏത് അടിസ്ഥാനത്തിൽ ഉദ്ധരിക്കുന്നു? ഇത് സ്വന്തം പറഞ്ഞതാ. ഞാനിപ്പോ പറഞ്ഞ വാചകം അവിടെ പോയാല് ويتوسل به في حق نفسه ويتشفع به إلى ربه سبحانه وتعالى. ഇത് നബി ഇമാം അവിടെ പോകുന്ന പോലെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചത് ശിർക്കാണെങ്കിൽ, ഓർ നിർദ്ദേശിച്ച കാര്യം കുഫറാണെങ്കിൽ ഓർ ഇമാമാക്കുന്നതിന്റെ മാനദണ്ഡം എന്തെന്നാ എന്റെ ചോദ്യം. ഹലോ, മനോന്ന് പറയാൻ നടക്കട്ടെ. അതിന്റെ തൊട്ട് മുകളിലുള്ള കൂടെ വായിക്കും. അതിന്റെ തൊട്ട് മുകളിൽ എന്താ ഉള്ളത്? അതിന്റെ അതിനുള്ള വായിക്കണ്ടേ? ഈ ഇബാറത്ത് ഉദ്ധരിക്കുന്നത് അല്ല. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അള്ള ഉദ്ധരണി കൊണ്ടുവരാം. നമുക്ക് ഇരുന്ന് സംസാരിച്ച് വീഡിയോ പിടിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വരണം. ഇന്ന് ഞാൻ വരാം. ഒരു വീഡിയോ എടുക്കാൻ വരാം. ഇന്ന് എനിക്കൊരു എന്നാ നാളെ വരാം. ഈ ഭാരത്ത് മുഴുവൻ വായിച്ചിട്ട് ചെറുവിൽ മോദം അങ്ങനെ തന്നെ വായിച്ചിട്ട് ഈ അവിടെ നബി ഇമാമ് അതിന്റെ മുമ്പ് സുമ്മയർജീന്റെ മുമ്പ് ഉള്ള സാധനല്ലേ, അത് നിങ്ങൾ വായിക്കുക, അർത്ഥം പറയാ. ഞാൻ വീഡിയോയിൽ പാർത്തു. ആയിക്കോട്ടെ. അപ്പൊ നാളെ വരെ. എപ്പോ? നാളെ വെള്ളിയാഴ്ച. ശനിയാഴ്ച വരാം. ശനിയാഴ്ച സമയം പറയാ, വേദി പറയാ. ഞാനും ഫോട്ടോഗ്രാഫ് വീഡിയോഗ്രാഫർ ഉണ്ടാവും. നിങ്ങൾ ആരാ ഉണ്ടാവുക? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ. അവിടെ ഞാൻ കിതാബ് ഈ കിതാബ് ഞാൻ നിങ്ങളെ തരും. നിങ്ങൾ എന്നിട്ട് ആ ഭാഗം നിങ്ങൾ എനിക്ക് സമർപ്പിച്ചു തരേണ്ടത്. സുമ്മേന്റെ മുമ്പ് ഇതിനെതിരുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടി. ഇത് ചെയ്യൽ ശിർക്കാണെന്നോ മറ്റോ നബിമാവൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഞാനതിന് നബിമാവന്റെ അധികാർ കൊണ്ടുവരും, നബിമാവന്റെ ഈദാർ കൊണ്ടുവരും, ചെറുവിൽ മോദ് കൊണ്ടുവരും. എന്നിട്ട് നിങ്ങൾ അവിടെ ബോധ്യപ്പെട്ടാൽ, അവിടെ നബിമാവൻ അങ്ങനെ അത് അങ്ങനെ അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞതെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എഴുതി തരണം. നിങ്ങളെ ലെറ്റർ ഹെഡിൽ, സലഫിയുടെ ലെറ്റർ ഹെഡിൽ നബി ഇമാം ഈ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ റളിയല്ലാഹു ചെയ്തു, റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തും അവിടുത്തെ ഗ്രന്ഥങ്ങൾ അവരും ബാക്കിയോ പിൻവലിച്ചു എഴുതി തരണം. ആ മറുപടി നിങ്ങളല്ലല്ലോ പറഞ്ഞു, നമ്മളല്ലോ പറയാം. അതെ അതെ, നിങ്ങൾ എഴുതി തരണം ഇത് ബോധ്യപ്പെട്ടാൽ. ഓക്കെ, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല ചർച്ച ഓക്കെ, അത് തന്നെ ചർച്ച. അപ്പൊ ഇതെല്ലാം എന്റെ റെക്കോർഡ് ഉണ്ട്, നിങ്ങൾക്ക് പറയുന്നത് ഞാനിപ്പോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ നാളെ ശനിയാഴ്ച എത്ര മണിക്കകത്തുണ്ട്? അല്ല അത് വേണ്ട, നിങ്ങളിപ്പോ നിങ്ങളെ ഒരു വിഷയം പറയാൻ പോയി മാറില്ല. നിങ്ങളെല്ലാം പറഞ്ഞ കിതാബ് വേണം. നിങ്ങൾ എന്നിട്ട് എനിക്ക് കിതാബ് ഇതിന്റെ മുന്നിൽ ഞാൻ ഈ റെക്കോർഡ് അവിടെ വെക്കും, ആൾക്കാരുടെ മുന്നിൽ വെക്കും. എന്നിട്ട് ഇവർ പറഞ്ഞ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് രണ്ടാൾക്കും മാറ്റാൻ കഴിയില്ല. എന്നിട്ട് വീഡിയോ ക്യാമറ വെച്ചിട്ട് ശനിയാഴ്ച നമ്മൾ തമ്മിൽ സംസാരിക്കും. നമ്മൾ തമ്മിലല്ല, നിങ്ങൾ ആ ഇബാറത്ത് ഞാൻ കിതാബ് തരും, നിങ്ങൾ ആ ഇബാറത്ത് മുഴുവൻ വായിച്ചിട്ട് ഞാൻ പറയുന്ന എതിരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം, ഞാൻ വീഡിയോ പകർത്തും. സുന്നയുടെ മുമ്പ് അർത്ഥം നിങ്ങളെ കാര്യമൊന്നും പറഞ്ഞില്ല. സുന്നയുടെ മുമ്പ് അതിനെതിരായിട്ടുണ്ട്. അവര് വായിച്ച അർത്ഥം പറഞ്ഞിട്ട് സുന്നയുടെ മുമ്പ് വിശദമായി നിങ്ങൾ ചർച്ച ചെയ്തതിന് അറിയില്ല. അത് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇമാം നബവി
എന്ന് പറയാൻ പാടുണ്ടോ? അദ്ദേഹം മുസ്ലിക്കാണോ കാഫറാണോ നിങ്ങൾക്ക് വാദമുണ്ടോ? അദ്ദേഹത്തിന് ശഫാഅത്ത് ചെയ്യും എന്ന് ചെറുമാറുകളുണ്ടല്ലോ. അതിപ്പം ഇമാം നബിയുടെ വാക്കല്ലേ? അതാണ് ഒരാൾ സംശയം ഉന്നയിച്ച് അതിനാ മറുപടി പറയേണ്ടതെന്നാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടോ? തുമ്മേന്റെ മുമ്പുണ്ടോ എന്ന് ഇതിലുണ്ടോ എന്ന് വായിച്ചിട്ട് അതൊന്നും ഞാനായിട്ട് പറഞ്ഞ വിഷയങ്ങളില്ല. അപ്പോ നിങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ആയിട്ടാണ് നിങ്ങൾ രണ്ടു പ്രാവശ്യം കഴിഞ്ഞു. അതോ ഈ വ്യവസ്ഥാപിതമായതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ഒരുക്കൊരുങ്ങി മൂന്ന് തയ്യാറാകും. രാവിലെ കാരണം നിങ്ങൾ ഒരു വിഷയത്തിലല്ല, ഒരു വിഷയം പറഞ്ഞിട്ട് വായിച്ചൂടെ? അല്ല, അതിപ്പം വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതെ, ഞങ്ങളൊരു ഈ വിഷയം ഞാൻ നിങ്ങളോടല്ല, എനിക്ക് ഇവരോടാണ് സംസാരിക്കുന്നത്. കാരണം ഇവരുമായിട്ട് ഞാൻ വിശദമായിട്ട് ഞാനെന്നിട്ട് അവരോട് പറഞ്ഞു റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 20 മിനിറ്റോളം വേറെ റെക്കോർഡ് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അജ്മല് ഇവനെ വിളിച്ചു. ഒരു ചെറിയ ഞങ്ങൾ ഈ ഇത് ഇവരെ കൊടുത്തപ്പോൾ അജ്മൽ വിളിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണ്? അത് വായിച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, അതുകൊണ്ട് തുടങ്ങിയാൽ നമ്മൾ എവിടെയെങ്കിലും കിടക്കണം. അതെ അതെ, ഈ ഭാഗത്ത് മാത്രം അതാണ് വ്യവസ്ഥാപിതമായി പറഞ്ഞ് വലുതായ ഒരു പക്ഷേ അല്ല ഞാൻ പറഞ്ഞു. നമ്മളെ ഒഴുക്കത്തോടുകൂടെ അല്ലാതെ പങ്കെടുക്കുന്നത് ശരിയല്ല. അദ്ദേഹമാണ് വിളിച്ചത്. ഈ ഭാഗമാണ് ഞാൻ ക്രോഡീകരിച്ചാണ്, ഈ ഭാഗമാണ് ഞാൻ കൊടുത്തത്. അതിന്റെ അർത്ഥം നിങ്ങൾ വ്യക്തിയാണിച്ച് അതിൽ അതിലങ്ങനെ ഒരു പ്രശ്നമില്ല. ويتشفع به إلى ربه سبحانه وتعالى ومن السماء يقول ما حكاه الماوردي القاضي أبو سعيد الصاوي والسمنة المسلم അല്ലോ എന്റെ മുഖാന്തരം നിങ്ങളുടെ അർത്ഥം ഒപ്പിച്ച് പരാജയപ്പെടുത്തുന്നത് ആ ലക്ഷ്യത്തോടുകൂടിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് പിന്നെ തുടരുന്നത്. ഞങ്ങള് വന്നത് നിങ്ങൾ വായിച്ചിട്ട് എന്റെ ഭാഗത്ത് ആ ഹക്കിൽ നിന്ന് തെളിയിക്കാൻ തന്നെയാണ്. ധ്യാനത്തിൽ അധ്വാനിച്ച് വരണ്ടല്ലോ. അത് ഈ 2 പ്രാവശ്യം ഞാൻ ഇയാൾ സംസാരിച്ചു. ഒരു പ്രാവശ്യം ഇവിടുന്ന് തന്നെ സംസാരിച്ചു. വേറെ ആരായിരുന്നുള്ള എന്നിട്ട് അവിടുന്ന് വി ഹാവ് നോ ആൻസർ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീട് ഞാൻ ഇവരെ വിളിച്ചു വെച്ചാൽ നമ്മൾ കുറെ കാലമായല്ലോ വി ഹാവ് നോ ആൻസർ പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ ആൻസർ ഉണ്ടോ? അപ്പൊ പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് എന്നോട് കുട്ടികൾ വന്ന് പറഞ്ഞു, അന്ന് വന്ന കുട്ടികളല്ലേ, ഇന്ന് എന്നോട് പയ്യോട് വന്ന് പറഞ്ഞു സാർക്ക് ഞങ്ങൾ വിളിക്കാൻ പറ്റിയതാണ്, ഈ അവർ ക്യാൻസർ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അജ്മൽ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളില്ല പ്രതിയിൽ പറയുന്നില്ല, നിങ്ങൾ അറിയില്ല, ഇവർ ഇതിൽ പ്രതിയാണ്. അതുകൊണ്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഈ സംസാരത്തിലൊന്നും നിങ്ങളില്ല, ഞങ്ങളും ആ ഹിദായത്തുള്ള പോലെയാണ് ഈ ഇതിലുള്ളത്. അപ്പൊ അവരാണ് എനിക്ക് സമാനം പറഞ്ഞത്, നിങ്ങളല്ല. നിങ്ങളുമായിട്ട് ഞാൻ ആദ്യം കാണുന്നത്. ഇവർ വിളിച്ചിട്ട് ഇന്നിപ്പോ 2 പ്രാവശ്യം വിളിച്ചു. നേരം ഞാൻ ഇന്ന് രാവിലെ ക്ലാസ്സിലുള്ളപ്പോഴാണ് വിളിച്ചത്. എന്നിട്ട് ഞാൻ ക്ലാസ് പ്ലസ് 2 അധ്യാപന ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി മതിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടാവും അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാനെന്ത് ചെയ്തില്ല, ഞാനും ദിവസം നീട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഹാഫ് ഡേ ലീവ് കൊടുത്തു വന്നു. വീഡിയോ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ ഫിസിക്സിന്റെ അധ്യാപകനാണ്. അപ്പൊ എനിക്ക് ഈ അറബിന്റെ ഹല്ലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് അത്ര കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവരെ കൂടി ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ സാരമില്ല. എന്തുകൊണ്ടെന്നാൽ ഇതൊക്കെ ഉണ്ടാവും അവരാദ്യം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. ഭാഗത്ത് ഇവര് ചെയ്ത് ശരിയോ തെറ്റോ എന്ന് മാത്രം നമ്മൾക്ക് നോക്കിയാൽ മതിയാണ്.
അവർ വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തുള്ള ഹിദായത്തുള്ള പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാനിതോട് എതിർപ്പുള്ള മനുഷ്യനാണ് ഒരു കാര്യം. വേറൊരു കാര്യം, ഈ നിലക്കാണ് ഇവരെ വരവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ചെറുതൊരു ചോദ്യം ചോദിക്കുന്ന അതിന് മറുപടി പറയാനുള്ളത്.